നമസ്കാരം. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മുൻകൂട്ടി പ്രവചിക്കുകയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് പറയുകയും അതെല്ലാം വളരെ ശാസ്ത്രീയമാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജ്യോത്സ്യൻ ഈ കഴിഞ്ഞ ദിവസം പോക്സോ കേസിൽ അകത്തായിട്ടുണ്ട്. വേണ്ടേ 10:57 പിടിക്കണ്ടേ? പിടിക്കുവാനാ ഇന്ന് 10:57 പിടിച്ചിരിക്കും ഉറപ്പാണ്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്ന 2 സഹോദരിമാർ ചോദിച്ചു, ഗോവിന്ദച്ചാമിയെ പിടിക്കുമോ, ഗോവിന്ദച്ചാമി നാട് വിട്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴെല്ലാം ഭയങ്കരമായ വാർത്തകളും ചർച്ചകളും നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ശരിക്കും ഞാൻ രാശിസ്ഥിതി നോക്കിയതിന് ശേഷം അവരോട് പറഞ്ഞു, ഇന്ന് രാവിലെ 10:57 ഗോവിന്ദച്ചാമിയെ പിടിക്കണമല്ലോ, അല്ലാതെ ഒരു ക്രൂരകൃത്യം ചെയ്ത് ഒരാൾ രക്ഷപ്പെടുന്നതിന് അത് അർത്ഥമില്ലല്ലോ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ശരിക്കും നവാംശകം, ഇന്നത്തെ ഗ്രഹസ്ഥിതി, സപ്താംശം ഒക്കെ കൂട്ടിച്ചേർത്താണ് നമ്മൾക്ക് ഫലം പറയാൻ സാധിച്ചത്. അത് കൃത്യമായിട്ട് 10:44 ഗോവിന്ദച്ചാമിയെ പിടിക്കുകയും ചെയ്തു. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ മുരാരി ജ്യോതിഷാലയം വെണ്ടാർ സ്വദേശി മൂരാരി തന്ത്രി രാജൻ ബാബു അദ്ദേഹം പറയുന്നത്, ഞാൻ ജ്യോത്സ്യന്മാരുടെ ജ്യോത്സ്യനാണെന്നൊക്കെയാണ് സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. കാരണം ഈ ഭാവി ഭൂതം ഇത്രയൊക്കെ പ്രവചിക്കുന്ന കാര്യത്തിനകത്ത്, കബഡി ശാസ്ത്രത്തിനകത്ത് കുറേ പുഴുക്കുത്തുകളുണ്ട്, തട്ടിപ്പുകാരുണ്ട്. കുറേ ജ്യോത്സ്യന്മാരെല്ലാം തട്ടിപ്പുകാരാണ്. പക്ഷേ അത്തരം തട്ടിപ്പുകാരിൽ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് യഥാർത്ഥ വളരെ ശാസ്ത്രീയപരമായിട്ടുള്ള ജ്യോത്സ്യൻ, അതായത് ജ്യോത്സ്യന്മാരുടെ അപ്പസ്തോലൻ എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ജ്യോത്സ്യനാണ് മൂരാരി തന്ത്രി രാജൻ ബാബു. ബാധ ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞ് 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. കൊല്ലം പുത്തൂരിൽ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു അറസ്റ്റ്. ജാതകം നോക്കാനെത്തിയ അമ്മയോടും മകളോടും കുട്ടിക്ക് ബാധയുണ്ടെന്ന് ഇയാൾ വിശ്വസിപ്പിച്ചു. പൂജ ചെയ്യാനെന്ന വ്യാജേന അമ്മയെ മുറിക്ക് പുറത്താക്കി പെൺകുട്ടിയെ ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഏറെ സമയമായിട്ടും കുട്ടിയെ കാണാതിരിക്കുകയും തുടർന്ന് അകത്തു നിന്ന് ശബ്ദം കേൾക്കുകയും ചെയ്തതിനെ തുടർന്ന് അമ്മ അകത്ത് കയറി നോക്കിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. തുടർന്ന് നാട്ടുകാർ കൂടിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒടുവിൽ ഭരണിക്കാവിലെ ഒളിത്താവളത്തിൽ നിന്നാണ് പുത്തൂർ പോലീസ് ഇയാളെ പിടികൂടിയത്. പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുക. കൊല്ലംകാരനാണ് പുള്ളിക്കാരന് എന്തൊക്കെ ഒരു ശാസ്ത്ര വിധികളും മറ്റും ഒക്കെ ആയിട്ട് പണ്ടൊരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്ന കക്ഷിയാണ്. എന്തായാലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്ക് കുറച്ച് ശാസ്ത്രവിധികളെ പറ്റിയൊക്കെ അറിവ് കിട്ടിയെന്നും പിന്നെ എന്തൊക്കെ ജ്ഞാനങ്ങൾ കിട്ടിയെന്നൊക്കെയാണ് സ്വയം അവകാശപ്പെടുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയപരമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മകളും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും മകൾക്ക് എന്തോ അസുഖങ്ങൾ കാരണം പ്രേതബാധയോ മറ്റെന്തൊക്കെയോ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മയെ പുറത്തിരുത്തിയിട്ട് ഇയാൾ മകളെ മുറിക്കുള്ളിൽ കയറ്റി എന്തൊക്കെയോ തരികിടകൾ കാണിച്ചു. അതോടുകൂടി സംഗതി പ്രശ്നമായി. പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയും അമ്മ പെൺകുട്ടിയെ സംരക്ഷിക്കുകയും നാട്ടുകാർ കൂടുകയും എന്താണെങ്കിലും ശരി ഇയാൾ പിൻവാതിലിലൂടെ ഇറങ്ങി ഓടിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനുശേഷം പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഭരണിക്കാവിൽ നിന്നും കക്ഷിനെ പിടികൂടി. എന്തായാലും ഇപ്പോൾ അകത്തായി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇയാളൊക്കെ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു പ്രധാന മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നുകൊണ്ട് പറയുന്ന ഡയലോഗ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ശബരിമല കൊള്ള പോലും കൂടെ അദ്ദേഹം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വെറും നിഷ്പ്രയാസം കൊണ്ട് അത് തെളിയിച്ച് തരാൻ പറ്റും. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ DGP ഒരുക്കി കൊടുക്കണം എന്നൊക്കെയാണ് പുള്ളി പറയപ്പെടുന്നത്. ഈ രീതിയിലൊക്കെ പറഞ്ഞ് ആരുടെയും അവിടെ പലരും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആരുടെയും കാര്യം നിങ്ങൾക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശാസ്ത്രവിധി പ്രകാരം പുള്ളി നോക്കിയിട്ട് പറയും ഇത് ശാസ്ത്രമാണെന്നൊക്കെ ഇങ്ങനെ 100 വട്ടം ആവർത്തിക്കുന്ന വ്യക്തി പോക്സോ കേസിൽ പ്രതിയാകുമെന്ന് മാത്രം പുള്ളിക്ക് സ്വയം പ്രവചിക്കാൻ പറ്റാതെ വന്നു.
നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മറ്റ് പല ലോകത്തുള്ള മറ്റ് പല രാഷ്ട്രങ്ങളിലെ ഭരണഘടനയെക്കാളും വളരെയധികം ക്വാളിറ്റി കൂടിയ ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികം ആയില്ല എന്നുള്ളത് നമുക്കറിയാം. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിലവിൽ ഈ ലോകത്തുണ്ടാകുന്ന പല പ്രമുഖ രാജ്യങ്ങളിലെ ഭരണഘടനയും കോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അത് വലിയൊരു ടീം വർക്കായിരുന്നു. ഏകദേശം ഒരു 2.5 വർഷക്കാലം കൊണ്ട് ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റ് പല രാഷ്ട്രങ്ങളിൽ ഇന്നും നിലവിലുള്ള ഭരണഘടനയെക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഇന്ത്യൻ ഭരണഘടനയിൽ പിന്നീട് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 51AH എഴുതി ചേർത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ പൗരൻ്റെ ഒരു കടമയെ പറ്റിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പൗരന് ഒരു കടമയുണ്ടായിരിക്കണം. ആ കടമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കടമയാണ് സയൻറ്റിഫിക് ടെമ്പർ, അതായത് ശാസ്ത്രീയ മനോവൃത്തി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം എഴുതി ചേർത്തിട്ടുള്ളൂ എൻ്റെ ഒരു അറിവിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും അത് പാലിക്കാൻ ബാധ്യസ്ഥരുമാണ്. ഒരു പരിധിവരെ നമ്മുടെ കടമയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ശാസ്ത്രീയ മനോവൃത്തി ഉണ്ടായിരിക്കണം, ഒരു സയൻറ്റിഫിക് ടെമ്പർ, അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായിരിക്കണം, ശാസ്ത്രീയ മനോവൃത്തി ഉണ്ടായിരിക്കണം, അന്വേഷണ ത്വരയുണ്ടായിരിക്കണം. ഒരു കാര്യങ്ങളെപ്പറ്റി നമ്മൾ ശരിക്കും അതിൻ്റെ ശാസ്ത്രീയപരമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം. അതിനേക്കാളല്ല ഉപരി നമുക്ക് പരിഷ്കരണ ത്വരയും കൂടെ ഉണ്ടാകണം. കാരണം നമ്മൾ അതിനൊന്നിനും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഈ കാര്യങ്ങളാണ് ഈ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51AH പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തികളും, അത് ഇന്ത്യൻ പൗരന്മാരായിട്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു കടമയിൽപ്പെട്ട കാര്യങ്ങളാണ്. അതൊന്ന് പാലിച്ചാൽ തന്നെ ഈ കപട ശാസ്ത്രങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിനകത്തൊന്നും പോയി വീഴില്ല. അത് ഒന്ന് ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹം ഒന്ന് ശരിക്കും ഒരു ആർജവത്തോടുകൂടി, കുറച്ച് ഊർജ്ജസ്വലതയോടുകൂടി, കുറേ ആരോഗ്യപരമായ കാര്യങ്ങളോടുകൂടി സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഭാഗമായിരിക്കാൻ ഓരോ പൗരനും നിർബന്ധിതനാണ്. അത് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ കടമയാണ്. ആ കടമയിൽ നമ്മൾ ഒരു ഭാഗം ആകുക തന്നെ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അല്ല, എങ്ങനെയാ കാശുണ്ടായെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പണ്ട് തന്ത്രി അല്ലായിരുന്നു, ഇപ്പൊ തന്ത്രിയാണെന്ന് പറഞ്ഞ ആളുകൾ വന്ന് വരുന്നത്.